പവിത്രം ടു 29ാമത്തെ എപ്പിസോഡ്. ഷീല വിക്രമിന് ചായ കൊണ്ട് കൊടുക്കുന്നു. എൻ്റെ പേര് ഷീല. ഞാൻ ഇതിനു മുമ്പ് കുറച്ചുനാൾ ഡൽഹിയിലായിരുന്നു. ഹിന്ദി അറിയോ? വിക്രം: എനിക്കറിയില്ല. ഷീല: അത് സാരമില്ല, എനിക്ക് മലയാളം അറിയാലോ. എൻ്റെ അമ്മ മലയാളി, അച്ഛൻ മറാത്തി. അമ്മയാണ് ഞങ്ങൾ രണ്ടുപേരെയും മലയാളം പഠിപ്പിച്ചത്. ഷീല: ഒരേ വീട്ടിലെ ജോലിക്കാരാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയാനുണ്ടാവുമല്ലോ. ഷീലയ്ക്ക് ഫോണിൽ മെസ്സേജ് വരുന്നു. ഗൗരി അയച്ചതാണ് വിക്രമിനോട്. ഗൗരിക്ക് ഒരു ചാനലുണ്ട്. തരുൺ സാർ ശരിയാക്കി കൊടുത്തതാണ്. 1K ഫോളോവേഴ്സ് ഉണ്ട് അതിൽ. വിക്രം: ആണോ? എന്നാൽ കാണട്ടെ എന്ന് പറയുന്നു. ഗൗരി എടുത്ത വീഡിയോ വിക്രം കാണുന്നു. എന്നിട്ട് ഷീലയോട്: ആള് കൊള്ളാലോ, അത് ഞാൻ വെറുതെ മോളോട് കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ഷീല അകത്തേക്ക് പോയി. ഷീല ഗൗരിയോട്: ആ വീഡിയോ നീ പോസ്റ്റ് ചെയ്തോ? മോൾ: ഇല്ല, അച്ഛൻ്റെ കൊടുക്കാൻ പോണേ ഉള്ളൂ. ഷീല: അത് കൊടുക്കരുത്, സാർ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഗൗരി: എന്തിനാണ് അച്ഛമ്മയോട് ഞാനാണ് കട്ടത് എന്ന് പറഞ്ഞത്? ഷീല: അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ്, മോൾ ഇത് ആരോടും പറയരുത്. ഗൗരി: എനിക്ക് അങ്ങനെ പറയാതിരിക്കാനൊന്നും പറ്റില്ല. മോളുടെ കാല് വേണമെങ്കിലും ഞാൻ പിടിക്കാം. ഷീലയോടെ ഗൗരി: എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ഉറപ്പ് തരാൻ പറഞ്ഞു. ഷീല പറഞ്ഞു: എന്തു വേണമെങ്കിലും ചെയ്തു തരാമെന്ന്. ഗൗരി ഷീലയോട്: ഇനി മുതൽ എനിക്ക് പാലും പൊടിയും കലക്കിത്തരാൻ പാടില്ല. ഷീല: അച്ഛമ്മ ചോദിക്കില്ലേ? ഗൗരി: അപ്പോൾ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞോളാം. ഷീല ഗൗരിയോട്: അപ്പോൾ മോൾ എന്ത് ചെയ്യും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളാം. എനിക്ക് പാല് ഇഷ്ടമല്ല. അപ്പോൾ വാങ്ങുന്ന പാല് എന്ത് ചെയ്യും? അത് ഷീല ആൻറ്റി വെച്ചോളാൻ പറഞ്ഞു. ഗൗരി. ഷീല ചോദിക്കുന്നുണ്ട്: അത് വേണോ? മോൾ: അത് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അച്ഛനെ അറിയിക്കും. ഷീല: അത് വേണ്ട, ഇനി മുതൽ ഞാൻ മോള് കുടിച്ചു എന്ന് കള്ളം പറഞ്ഞോളാം. ഗൗരി ചോദിക്കുന്നുണ്ട്: ഉറപ്പാണല്ലോ? ഷീല: ഉറപ്പ്. എന്നാൽ ആൻറ്റി പൊയ്ക്കോ. തരുൺ ജോലിക്ക് പോവാൻ റെഡിയാകുന്നു. ഗൗരിയെ വിളിച്ച് സ്കൂളിൽ പോവാൻ റെഡിയായില്ലേ എന്ന് ചോദിച്ചു. ഗൗരി: റെഡിയായി. ആ ശംഭുവിനെ വിളിക്കുമോ അച്ഛാ? അതെന്തിനാ? എൻ്റെ ബാഗ് എടുക്കാൻ. അത് ഞാൻ എടുത്താൽ പോരെ? പോരാ, അത് അയാൾ തന്നെ എടുക്കണം. തരുൺ: അത് വേണോ? ഗൗരി: അത് വേണം. അത് മാത്രമല്ല, എനിക്ക് അയാളെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. തരുൺ: ഇൻ്റർവ്യൂയോ? എൻ്റെ ബോഡി ഗാർഡല്ലേ, അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണം. അച്ഛൻ ചെന്ന് അയാളോട് വരാൻ പറ. അപ്പോഴേക്കും ഞാൻ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കട്ടെ. തരുൺ ശരി എന്ന് പറഞ്ഞ് പോകുന്നു. തരുൺ വിശ്വനെ വിളിച്ച് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. മോൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. തരുൺ വിക്രമിനോട്: ഞാൻ ഇറങ്ങുകയാണ്. മോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. തുടക്കമല്ലേ, അത് ഹാൻഡിൽ ചെയ്യണം. വിക്രം: അതൊന്നും ഒരു കുഴപ്പമില്ല സാർ, ധൈര്യമായിട്ട് പോയി വരൂ. തരുൺ: മോളെ നന്നായിട്ട് നോക്കണം. വിക്രം: ഞാൻ നോക്കിക്കോളാം സാർ. വിക്രം അകത്തേക്ക് പോകുന്നു. ഷീലയോടെ മോളുടെ റൂം എവിടെയാണെന്ന് ചോദിച്ചു. ഷീല കാണിച്ചു കൊടുത്തു. ഞാൻ വരണോ കൂടെ? വിക്രം: ഏയ് വേണ്ട, ഞാൻ പൊയ്ക്കോളാം. വിക്രം ഗൗരിയുടെ വാതിലിൻ്റെ മുന്നിൽ തട്ടുന്നു. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറഞ്ഞു മാലാഖയാണെന്ന്. ഗൗരി: എന്തിന് വന്നു? വിക്രം: എഴുത്തും കൊണ്ട് വന്നു. എന്തെഴുത്ത്? തലയിലെഴുത്ത്. ഗൗരി: എന്ത് തല എന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു മൊട്ടത്തല എന്ന്. ഗൗരി ചോദിച്ചു: എന്ത് മുട്ട? വിക്രം: കോഴിമുട്ട. എന്ത് കോഴി എന്ന് ചോദിച്ചു. പൂവൻ കോഴി എന്ന് വിക്രം പറഞ്ഞു. ഗൗരി: എന്ത് പൂവൻ? വിക്രം: കാട്ടുപൂവൻ. ഗൗരി: എന്ത് കാട്? വിക്രം: പട്ടിക്കാട്. ഗൗരി: എന്ത് പട്ടി? വിക്രം: പേപ്പട്ടി. എന്നിട്ട് നായി കുരയ്ക്കും പോലെ വിക്രം കുറച്ച് കാണിക്കുന്നു. അകത്തേക്ക് വരാൻ ഗൗരി പറഞ്ഞു. അകത്തേക്ക് വിക്രം പോയപ്പോൾ ഗൗരി: സ്ട്രെയിറ്റ് ആയിട്ട് വരണം, ഇതിലേ വരണം എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട് വരാൻ. വിക്രം ഗോട്ടിയിൽ തട്ടി വീഴാൻ പോകുന്നു. വിക്രം: അയ്യോ, ഇപ്പോൾ ഞാൻ വീണേനെ. ഗൗരി: നിങ്ങളാണോ മിസ്റ്റർ ബിജി? വിക്രം: ബിജിയോ? ആ, ബോഡി ഗാർഡ്. വിക്രമിനോട് ഗൗരി: ഈ ഗോട്ടികളെല്ലാം കുപ്പിയിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? വിക്രമനും ഗൗരിയും ഗോട്ടികളെടുത്ത് കുപ്പിയിലാക്കി വയ്ക്കുന്നു. വിക്രമൻ: ഈ ഗോട്ടികളൊക്കെ ആരാണ് ഇവിടെ കൊണ്ടിട്ടത്?
അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. തൽക്കാലം ഗോട്ടികളൊക്കെ എടുത്ത് ഡപ്പയിൽ ഇട്ട് വെച്ചാൽ മതി. അച്ചമ്മ ഗൗരിയോട് സ്കൂളിൽ പോവാൻ റെഡിയായില്ലേ? ഗൗരി വിക്രമിനോട് ബാഗ് എടുത്തോളാൻ പറഞ്ഞു. ഗൗരി ഞാൻ മുന്നിൽ നടക്കാം, ബോഡി ഗാർഡ് പിന്നിൽ നടന്നാൽ മതി. ഗൗരി അപ്പോഴേ തട്ടിക്കൊണ്ടു പോകണത് അറിയുള്ളൂ. അച്ഛന് അതാണ് പേടി. വിക്രം മിടുക്കിയാണല്ലോ. സേതുലക്ഷ്മി വിക്രമിനോട് അകത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഗൗരി അച്ചമ്മയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു. തരുൺ വിക്രമിനെ വിളിച്ച് മോൾ സ്കൂൾ എത്തിയോ എന്ന് ചോദിക്കുന്നു. വിക്രം എത്തി, മോൾ അകത്തേക്ക് പോയി, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. തരുൺ ഞാൻ പ്രിൻസിപ്പളിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിക്രം കുറച്ച് കഴിഞ്ഞ് പോയിട്ട് പ്രിൻസിപ്പളിനെ കാണാൻ. ഗൗരി ക്ലാസ് എടുക്കുന്നതിനിടയിൽ വിക്രമിനെ നോക്കുന്നു, അവിടെയുണ്ടോ എന്നറിയാൻ. വിക്രം പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. വിക്രമിനോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും ഇവിടെ അനുവദിക്കാത്തതാണ്. തരുൺ സാർ നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ്. വിക്രമിനോട് ഇവിടെ വെച്ചൊരു വഴക്കൊന്നും ഉണ്ടാക്കരുത്, അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്, പിന്നെ അവരുടെ മാതാപിതാക്കൾ അത് എങ്ങനെ എടുക്കുമെന്നറിയില്ല. വിക്രം ഇവിടെ വെച്ചിട്ട് വഴക്കൊന്നും ഉണ്ടാവില്ല, ഇത് ഗൗരിയുടെ മിസ്സാണ്, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേദ തരുണിനെ വിളിക്കുന്നു. തരുൺ എത്തിയോ? ആ എത്തി. അയാൾ വന്നോ? തരുൺ എത്തി. കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു. വേദ ചോദിക്കുന്നുണ്ട്. എന്താണ് അയാളുടെ പേര്? തരുൺ പറഞ്ഞു, വിശ്വം. മോൾ വന്നുടനെ തന്നെ അയാളുടെ പേര് മാറ്റി, ശംഭൂവനാണ്. വേദ ശംഭൂവനോ? ഏതോ കാർട്ടൂണിലത്തെ കഥാപാത്രം. വേദ ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല, മോളെ എൻ്റെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു. തരുൺ അതിൻ്റെ ആവശ്യമില്ല, അവൾ ശരിയായിക്കൊള്ളും. തരുൺ അധികം താമസിയാതെ ഞാൻ അങ്ങോട്ടേക്ക് മാറുമല്ലോ, ഇതൊരു താൽക്കാലിക സംരക്ഷണം, അത്രേ ഉള്ളൂ. വേദ ആ ശരി എന്ന് പറഞ്ഞു. വേദയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേദ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? മാഡത്തിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വേദ ഓ അവരോ, വരാൻ പറഞ്ഞു. മുൻ MLA ആണ് എന്ന് പറഞ്ഞു. അവരാണോ? വേദ വരാൻ പറഞ്ഞു. വേദയോട് അവർ വന്ന് സംസാരിക്കുന്നു. ഓക്കേ ബൈ.